ഹായ്. പാത്തോ പാത്തോ നീ കളിപ്പിട്ട് പാടി അതെ കളിപ്പ് വന്നോട്ടെ. ഇപ്പൊ ഇപ്പൊ കണ്ണൊക്കെ നിറഞ്ഞു തോന്നല്ലേ? ആംഗ്ലയിൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ആദ്യമായിട്ടാണ് ഇതൊക്കെ പറയണേ. അല്ലല്ല ഇടയ്ക്കൊന്നും പറയാറുണ്ട്. അതുകൊണ്ട് കണ്ണീര് വരാത്ത. അപ്പോൾ ശരിക്കും ആളുകൾക്ക് മുമ്പ് നമ്മൾ ശരിക്കും പെയിന്റിന്റെ ബക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ തൂമ്പെടുത്തിട്ട് മുമ്പ് കൂടി ഇറങ്ങണം. അപ്പോഴാണ് ശരിക്കും അയാൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാന്നുള്ള മൈൻഡ് അങ്ങനെ സംഭവമാണ്. അങ്ങനെ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഇപ്പോൾ ആളുകൾക്ക് തോന്നും ഉപ്പാനെ ഗൾഫ് കഷ്ടപ്പെടാൻ വിട്ടിട്ട് ജീവിതം കിടന്ന് വലിച്ചത്. പക്ഷെ വീട്ടിലെ കാര്യം നമ്മളെ കാര്യങ്ങൾ നമ്മളെ നോക്കുന്നത്. എന്നാലും ഉപ്പാനെ സപ്പോ എന്റെ ഉപ്പല്ല, എന്റെ ഉപ്പാനെ നമുക്ക് വാങ്ങിക്കൂടെ കഴിച്ചുകൂടെ. അപ്പോൾ അവരെന്തില് ഉപ്പാൻ്റെ തിന്ന് ജീവിക്കടാ, ഇത്ര വലുപ്പമായിട്ട് അങ്ങനത്തെ കുറെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മരിച്ച വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും നമ്മളെ. അപ്പൊ അവിടുന്നൊക്കെ ശരിക്കും മാനസികമായിട്ട് നമ്മൾ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സങ്കടമുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഹായ് ഹലോ. ഫാമിലി കോമഡി കണ്ടന്റിലൂടെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുകയും അതുപോലെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈറൽ കഥാപാത്രങ്ങളാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം പാത്തു ആൻഡ് ഷുക്കൂർ. അങ്ങനെ തന്നെ വിളിക്കാറ് നമുക്ക്. കാരണം ഇപ്പൊ റിയൽ നെയിം തന്നെ ആർക്കും അറിയില്ല. നിഷാം, ഷഫ്ന. പാത്തു ഷുക്കൂറും ഈ 13 വീഡിയോസ് ഞാൻ പേജ് നോക്കി 13 വീഡിയോസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ വീഡിയോസ്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ പിന്നാലെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം പാത്തു ഷുക്കൂർ എന്ന ക്യാരക്ടർ ഉണ്ടായത് പെട്ടെന്നുണ്ടായതാണ്. ഇത് പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല. കാരണം ഞാൻ മുമ്പേ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇയാള് ഇപ്പൊ ഇന്ത്യക്ക് എത്തിച്ചേരുന്നത് പറഞ്ഞാല് ഒന്നിന്റെ പെങ്ങളാണ്, എല്ലാവരും ഞാൻ്റെ വൈഫാണ്. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സാധാരണ വോയിസ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യല്. അപ്പൊ അത് നടക്കാതായപ്പോ അന്നത്തെ ദിവസത്തിന്റെ കൂടെ ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്ത ആളറിയാണ്ട് ചെയ്തതാണ്. പക്ഷെ അത് ഒരിക്കലും ഈ ലെവലിലേക്ക് ആവുന്ന പ്രതീക്ഷിച്ചില്ല. ശരിക്ക് മാറ്റം കൊണ്ടുവന്നത് ഇയാളാണ്. ഐശ്വര്യദേവത ഇതാണ്. തീർച്ചയായിട്ടും 4 പെങ്ങന്മാരുടെ ഒരേ ഒരു അതിന്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് കൃത്യമായിട്ട് ഈ പെമ്പിളരുടെ എല്ലാ കാര്യങ്ങളും മാനറിസവും അവരെന്താ ചിന്തിക്കുന്നത് വരെ മനസ്സിലാക്കാൻ പറ്റും. ഈ 4 പെങ്ങന്മാരിൽ ഏറ്റവും കൂടുതൽ പെറ്റായിട്ടുള്ള പെങ്ങളാണ് ഇത്. 4 പേരും അവരുപോലെ നല്ല അത്യാവശ്യം സെറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല കമ്പനി, നല്ല തമാശ എല്ലാം കൂടി പോകുന്നതാണ്. സീരിയസ് തമാശ എന്നാലും അത്യാവശ്യം നല്ല രസമായിട്ട് പോകുന്ന ആളുകളാണ് എല്ലാവരും. ആരും മാറ്റായിട്ടുള്ള ഇതില്ല. പിന്നെ ഇവള് കുറച്ച് നമ്മളെ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പം വീട്ടിൽ തന്നെ ചെറുപ്പം തൊട്ടേ ആളെ എല്ലാവരും രസിപ്പിച്ചുകൂടിയുള്ള ഒരാളാണ്. സോപ്പിട്ട് പിടിക്കാറില്ല എല്ലാവരും, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ ഇതിനോടൊപ്പം പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ടാവും. അപ്പൊ അന്നത്തെ ദിവസം നേരെ ഇയാൾ പിടിച്ചാൽ ആക്കിയതാണ്. പക്ഷെ ഇയാള് നമുക്കൊരു വിലയില്ലാതെ പോയി. നൈസായിട്ട് നമ്മൾ സ്കോർ ചെയ്തല്ലേ? നമ്മുടെ പാത്തു ഇങ്ങനെയല്ല, വേറൊരു പാത്തുമാണ് വന്നിട്ടുള്ളത്. ശരിക്കും റിയൽ ലൈഫിൽ പാത്തുമായിട്ട് എന്തെങ്കിലും ഈ ഷപ്നായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കൊറച്ചൊക്കെ എന്തായാലും ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ട്, അല്ലാതെ ഇങ്ങനൊന്നുമല്ല. നിങ്ങളൊരു തള്ളാണല്ലേ? ശരിക്കും നമ്മൾ ഈ ആങ്ങളമാരോടോ ഈ സിബ്ലിങ്സിന്റെ കൂടെ നമ്മൾ എവിടെ ഇരിക്കുന്നത് നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. കാരണം സത്യം എന്തായാലും അവരെന്നെ സ്കോർ ചെയ്ത് ഉറപ്പുള്ള കാര്യമാണ്. ശരിക്കും എങ്ങനെയാ ഈ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആളെ സ്ട്രോങ് ആണ്, പക്ഷെ നല്ല തമാശ നല്ല കാര്യമാണ്. പക്ഷെ കാര്യങ്ങളുടെ സമയത്തും കുറ്റപ്പ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. എന്തിനു ഫൈറ്റ് ചെയ്ത് ഇന്ന് വരുന്ന സമയത്ത്? അങ്ങനെ അല്ലേ, ഓരോ ആളുകളും നമ്മൾ ഈ അഭിനയിക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ആളുകളും അവളോട് പെരുമാറുന്ന രീതിയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചിട്ട് ഒരാളോട് തോന്നുന്നു, നമുക്ക് തിരിച്ചങ്ങനെ പറയാൻ തോന്നുന്നു, തിരിച്ചിങ്ങനെ പറയാൻ തോന്നുള്ള സംഭവത്തിൽ കലിപ്പിട്ടിട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോർമലി ആളെ എപ്പോഴും ഇതായി ചിരിയാണ് ആള്. ഈ പാത്തുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ചിരിപ്പിക്കുക, അതേപോലെ ചിന്തിപ്പിക്കുക. പലപ്പോഴും നിങ്ങളുടെ വീഡിയോക്ക് താഴെ വരുന്ന കമന്റ്സ് ഹായ് നിങ്ങളുടെ വീഡിയോയിൽ താഴെ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും ഈ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയണേന്ന്. ചിലപ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാണ് വീഡിയോസിലേക്ക്. ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആരാ? സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തതാണ്. കാര്യം ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ 4 പെങ്ങന്മാരാണ്, പിന്നെ വൈഫുണ്ട്. കാര്യങ്ങള് അത്യാവശ്യം കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ടും. പിന്നെ സാധാരണ പൊതുവായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ടോട്ടലി നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശ്നം പെണ്ണുങ്ങൾക്കാണല്ലോ ഏത് വിഷയത്തിലായാലും. അപ്പോൾ എത്ര വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളായാലും എന്തായാലും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വേറെ ലെവലിലേക്കായി മാറുകയാണ്. വീട്ടിലെ ജോലി, മറ്റുള്ള സംഭവങ്ങൾ. പക്ഷെ അത് അവർ ഭയങ്കര റിസ്ക് ആയിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള തമാശകളായിട്ട് പോകുന്നത്. ശരിക്കും ആക്ഷേപഹാസ്യം അതാണ് ഉദ്ദേശിക്കുന്നത്.
പക്ഷേ ഇത് ഒരിക്കലും അതുകൊണ്ട് പുരുഷനെ താഴ്ത്തി കിട്ടിയ സംഭവം ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കമന്റുകളും ഒരുപാട് കോളുകളൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ പുരുഷന്മാരെ ആക്ഷേപിക്കുന്ന രീതിയാണ്. ജസ്റ്റ് ഫണ്ടിയാണ്, എന്നാലും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആളുകൾക്ക് ശരിക്കും സ്ത്രീകളുടെ വേദന കാര്യങ്ങളൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ ആളുകൾക്ക് മുമ്പ് എത്തിക്കുകയാണ്. അപ്പൊ അത് കുറെ ഇപ്പൊ റീൽസിനടുത്ത് ആയൊക്കെ ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ വീഡിയോ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പുകൾക്ക് അയച്ചു കൊടുക്കും, അവർക്ക് മനസ്സിലാവില്ല നമ്മളെ ടെൻഷൻ കാര്യങ്ങളൊക്കെ. ഭർത്താവിനെ അയച്ചു കൊടുക്കുക, നാത്തൂനിക്ക് അയച്ചു കൊടുക്കുക, അമ്മായിമ്മയുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അമ്മായിമാരുടെ മുമ്പിൽ കാണാന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് സന്തോഷം പറയും. പിന്നെ ഒരുപാട് പേര് നമുക്ക് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സിറ്റുവേഷൻ കാര്യങ്ങൾക്ക് ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അപ്പൊ ആ കണ്ടന്റ് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്തിട്ട് ഒരു ഉപകാരമായിരുന്നു. ഇങ്ങോട്ട് പറയും ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അവരെ ലൈഫ് ഇപ്പൊ ഭർത്താവിന്റെ അമിതമായ ഫോൺ ഉപയോഗം, പിന്നെ മൈൻഡില്ലായ്മ, അങ്ങനെയൊക്കെ ഒരുപാട് ഓരോ കാര്യങ്ങൾ അവർ പറയും. ഇതിന് വെച്ചിട്ട് ഒരു കണ്ടന്റ് ചെയ്യും പ്ലീസ്, എന്നിട്ട് എനിക്ക് ഈ വീഡിയോ എന്നെ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റാതെ അത്രയും ലൈഫിൽ ബുദ്ധിമുട്ടുകൊണ്ടേ പറയണേ. തമാശ രൂപത്തിലാകുമ്പോൾ നമുക്ക് ആർക്കും അവതരിപ്പിക്കാൻ കാണിച്ചു കൊടുക്കാൻ പറ്റും. മറ്റേത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ വേറെ രീതിയിലാണ് എടുക്കല് പറഞ്ഞത്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും ഇൻസ്റ്റഗ്രാം വെച്ച് നമ്മൾ കണക്ട് ചെയ്യാറുണ്ടല്ലോ. ആൻഡ് നിങ്ങൾ ഓൾറെഡി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നു, അവർക്ക് ഹെൽപ്ഫുൾ ആവും, നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഈ അമ്മായിമ്മ പോര് അല്ലാതെ ചുറ്റുകിടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ക്യാരക്ടർ വെച്ച് പറയാറുണ്ടല്ലോ. നിങ്ങളുടെ റിയൽ ലൈഫിൽ അവരൊന്നും ചോദിച്ചിട്ടുണ്ടോ ഞങ്ങളെ കുറിച്ചാണോ നീ ചെയ്തത്? ഇല്ല, എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പാത്തിനെ പേടിച്ചിട്ടായിരിക്കും അവരെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. അതുപോലെ അത് റിയലാണ്, മറ്റേത് റിയലാണ്. റിയൽ നമ്മൾ മാറ്റാർക്ക് അറിയുന്നത് കുഴപ്പമില്ല. പിന്നെ അവളെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ആളാണ്. ആള് അതിനടി തന്നെ താഴെ വെറുതെ ചൂടാക്കും ആളുകളെ. പക്ഷേ പെൺകുട്ടികൾ നിങ്ങളുടെ അതിനെ കുറേ അവർക്കെതിരെ സംസാരിക്കും. എന്തിനാ നിങ്ങൾ ആ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത്? ലാസ്റ്റ് കുറെ ആൾക്കാർ പറയും അത് അവളെ ഹസ്ബൻഡിനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കളിപ്പാക്കാണ് പറയും. അപ്പൊ അങ്ങനെ അത്ര തമാശയും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഒരു 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ വെച്ചോണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം അത്ര എളുപ്പമുള്ള കാര്യമില്ല. എളുപ്പമൊന്നുമല്ല, നല്ല റിസ്ക് തന്നെയാണ്. ഇവൻ രാവിലെ വരും, പിന്നെ എടുക്കും, വൈകുന്നേരം ഷൂട്ട് ചെയ്യും, പിന്നെ കൊണ്ടാക്കും. പക്ഷെ പോവാനാണ് നല്ല ലോങ് ആണ്. 1.5 മണിക്കൂറുണ്ട് ഒരു ഭാഗത്തും ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാല്. പോക്കും വരവും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ മാനേജ് ചെയ്യണം, ഇവിടെ ആരെയും നോക്കണം, ഇവിടെ ഉറക്കണം, നമുക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനിടയിൽ കൂടെയാണ് ഇപ്പൊ ഷൂട്ടും കാര്യങ്ങളൊക്കെ. നല്ല റിസ്ക് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഭിനയ മോഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആളുടെ പേജ് എടുത്ത് നോക്കുമ്പോൾ പണ്ട് മുതലേ വീഡിയോസ് ഇടുന്നുണ്ട്. ആൻഡ് ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മില്യൺ വ്യൂവേഴ്സ് ഒക്കെ വരുന്നത്. മില്യൺ വ്യൂസ് ഫസ്റ്റ് വന്നത് ഇയാളെ വെച്ച്. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റേഴ്സ്, ഇവരൊക്കെ എന്റെ മുത്തപ്പ അളവ് മക്കളാണ്, എല്ലാവരും വെച്ചിട്ട് അതുപോലെ ബോയ്സ് ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ട്. സ്മൈൽ ഇവരൊക്കെ നല്ല സപ്പോർട്ട് ആക്കണം. അവരൊക്കെ അന്നൊക്കെ ചെയ്ത സമയത്തൊക്കെ ഏറിപ്പോയി കൂടുതൽ 100K കിട്ടുമ്പോൾ തന്നെ 100K സെറ്റായടാ കുഴപ്പമില്ല. പക്ഷെ മില്യൺസ് വല്ല തുടങ്ങിയത് ബാംഗ്ലൂർ ശേഷം. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന മില്യൺസ് കിട്ടി തന്നല്ലേ. ഞങ്ങൾ എല്ലാവരും കസിൻസ് മൊത്തത്തിൽ ടോട്ടലി ഒരുമിച്ച് ഡാൻസ് കളിച്ചു. പാട്ടിന് പേര് എന്ത് ഐകിയ ലൈല. അത് ശരിക്കും ഐകിയ ലൈല തന്നെയായിരുന്നു അവസ്ഥ. കാരണം അത്ര ഏറെ കയറ്റിയ ആളുകൾ. പിന്നെ ഒന്നാമത് ഞാനൊരാണും ഞാൻ ഇന്ന അതിലെ ശരിക്കും എന്റെ ബംഗാൾ ലുക്ക് എന്നെല്ലാം പറഞ്ഞില്ല, ഹിന്ദിക്കാരുടെ ലുക്ക് ഉണ്ട് സാധനം പറഞ്ഞില്ല. അപ്പൊ അതിൽ ഞാൻ ശരിക്കൊരു ഹാഫ് ട്രൗസർ ഇട്ട് അതേപോലെ ജേഴ്സി കിട്ടിക്കാണ്ട് ഞാൻ ജസ്റ്റ് ഒരു വെഡിങ്ങിന് ഷൂട്ടിങ്ങിന് പോയതാണ്. അപ്പൊ ഇവര് ഡാൻസ് പ്ലാൻ ചെയ്ത് ഋഷി ഡാൻസ് ഒരു രസമില്ല. ഞാൻ ജസ്റ്റ് ഫണ്ടിയൊക്കെ വേണ്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കാരൻ കണ്ട് കളിച്ചു കൊടുത്തു. ആ വീഡിയോ ആണ് കയറി പോയി. പക്ഷെ അതുകൊണ്ട് കേട്ട തെറികള് ഭയങ്കര തെറിയായിരുന്നു, അല്ലാതെ നല്ലതല്ല. ഫേസ്ബുക്കിൽ പിന്നെ അവിടെ രാജഭരണമാണ്, ടീമുകളുടെ ഭരണമാണ്. നമുക്ക് അവിടെ എത്തി വേണ്ടില്ല, അവിടെ നോക്കണ്ട. അത് അവര് തീരുമാനിക്കും എന്ത് പറയണം എന്ത് ചെയ്യണം. അതിനനുസരിച്ച് മാത്രം പോവുക, അത്ര മൈൻഡില്ല. ഇൻസ്റ്റയിലാണ്. പക്ഷേ ഈ ഫസ്റ്റ് വീഡിയോയില് ഒരുപാട് ഇൻസ്റ്റയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ ലൈവായിട്ടൊരു ഷുക്കൂറിനെയും പാത്തൂനെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പൊ സംസാരിക്കുമ്പോ നമ്മുടെ ഈ റീല് കണ്ടവർ തിരിച്ച് ഇന്റർവ്യൂ കാണുമ്പോഴേ ഇവര് തന്നെയാണോ അവർ എന്ന് ചിന്തിക്കും. കാരണം പ്രത്യേകിച്ച് പാത്തൂരെ നമ്മൾ ഒരിക്കലും ഇത്രയും സൈലന്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ലൈവായിട്ട് എനിക്ക് പാത്തൂനും ഷുക്കൂറിനും ഒന്ന് കാണണം. ഓക്കെ, അതിന്റെ ഒരു എങ്ങനെയാ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാ പാത്തൂലേക്ക് വരുന്നത്? പാത്തൂലേക്ക് ആ ക്യാരക്ടർ വരുമ്പോ അതിപ്പോ ഇവിടുന്ന് ശരിക്കും പറയാം. പക്ഷെ അവര് അത്ര ആൾക്കാർ അഭിനയിക്കും. പക്ഷെ എന്ത് ഇവിടുന്ന് അറിയില്ല. ഷുക്കൂർ പാത്തിയോ എവിടെ പാത്തി? ഇപ്പൊ പാത്തൂല, ഇപ്പൊ
ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ബ്രദർ സിസ്റ്റർ ആണ്, ചെറിയ കാര്യത്തിന് പിണങ്ങും, വഴക്കുണ്ടാക്കും, അടിയായിട്ട് പിരിഞ്ഞു പോകും. ഇതുപോലെ തന്നെയാണ് ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത്? ഷൂട്ടിംഗ് സമയത്ത് പക്ഷെ ചൂടാവും. ചൂടാവും. നല്ല ഫിറ്റ് ആക്കും. ഇജ്ജ് അങ്ങനെ ആട്ടുന്നത് ഇങ്ങനെ ഡയലോഗ്. കാരണം ഇയാൾ ഡയലോഗ് പറയും, ഡയലോഗ് പറയും. അതായത് ഇയാൾ അച്ചും മാറ്റും. ഇന്നെ കൂടെ കഴിയാത്ത സംഭവം, ഒരുപാട് ആൾക്കൂടെ കഴിയാത്ത സംഭവം ഇയാള് പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ആ സാധനം അവിടുന്ന് വരാണ്ട്, പക്ഷെ പെട്ടെന്ന് മൈൻഡ് ഔട്ട് ആവും. വേറെ എടുക്കുമ്പോ ചിന്ത പോയിട്ട് മക്കളെ അങ്ങനെ ആക്കിക്കാണ്ട് പോലെ മക്കൾക്ക് ഫുഡ് കൊടുക്കാത്ത ടെൻഷന്, ആ ഒരു ടെൻഷൻ, അപ്പൊ മൈൻഡ് ഔട്ട് ഇങ്ങനെ വരും. അപ്പൊ ശരിക്കും ഡയലോഗ് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ടേക്ക് പോന്നാരാ? ടൈക്ക് ഞാൻ പറയാം, ഇപ്പത്തെ ഇതില് ഏറ്റവും കൂടുതൽ സീൻ വരുന്നത് അവക്കാണ്. അതുകൊണ്ട് ടൈക്ക് കൂടുതൽ വഴക്കിനെ കൂടുതൽ വരുള്ളൂ. കാരണം പാത്തു ശുക്ർ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പാത്തുവിലാണ്. കാരണം പാത്തുവിനാണ് ആളുകളുള്ളത്. പറയാമല്ലേ, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന പാത്തു എന്ന ഇതിലൂടെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പ് എത്തിക്കുന്നത്. അപ്പൊ അവിടെ പുരുഷന്റെ റോള് കുറവാണ്. പക്ഷെ ഞാൻ പറഞ്ഞേ, പുരുഷന് അടിച്ചമർത്തിയേ ഒന്നുമല്ല. ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം എന്നല്ല, എനിക്ക് ഒരുപാട് കോളുകളായിട്ട് വിളിച്ചിട്ട് നമ്മളെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോ നിലവിലുള്ള അക്കൗണ്ടിനെ പൂട്ടിക്കുന്ന ലെവലിൽ തന്നെ ഒരുപാട് ഭീഷണിയായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. അത് ശരിക്കും ടെൻഷനാണ്. കാരണം ഞങ്ങൾ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടാണ് ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ ചെയ്യുന്നത്. ആളുകൾക്ക് എന്താ അഭിനയം, അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഉണ്ടാക്കി ജീവിക്കുന്നത്. എന്നാലും ഓരോ ആളുകൾക്ക് ഓരോ ആഗ്രഹങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിലൂടെ മുമ്പോട്ട് അയാൾ പോവുകയാണെന്ന് ചിന്തിച്ചാൽ മതി. ഒരിക്കലും നമ്മൾ ഒരാളെ എതിർത്തുകാണ്ട് പോകില്ല. പക്ഷെ ഒരുപാട് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം മനസ്സിലാക്കി എടുത്തും ബെസ്റ്റാണ്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ടാവല്ലോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ ശേഷം ഇത്രയധികം ലവും സപ്പോർട്ട് ആളുകൾക്ക് കിട്ടിയെന്ന് തോന്നിയിട്ടുള്ള ഒരു മെസ്സേജ്, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഉണ്ടോ? നമ്മളെ ഒരുപാട് പേര് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പല വിഷയം, ചെറിയ ചെറിയ വിഷയങ്ങൾക്കായാലും, ഇപ്പോൾ നിറത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും, ചെറിയ കാലങ്ങൾക്ക് വരെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തർ ആക്ഷേപിച്ച് റൂം കൊണ്ടിരിക്കാണ്ട് വീടിന്റെ പുറത്ത് നമ്മൾ കാണുമ്പോൾ ആളെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഉള്ളിൽ നിന്ന് റൂമിന്റെ അകത്തു നിന്നൊക്കെ വളരെ സീനാക്കിയിട്ടും പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ നമ്മോട് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ആ സങ്കടം അവർ നമ്മോട് പറയുന്നത് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ ആളുകൾക്ക് തിരിച്ച് അങ്ങനെ വീഡിയോ ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. കാരണം അത്രത്തോളം പെണ്ണ് പിടിച്ചു നിൽക്കുന്നുണ്ട്, പുരുഷന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. പുരുഷനായാലും ആ വീടുകളിലായാലും ആ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും വീഡിയോ കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു ശരിക്കും സന്തോഷമാണ്. കാരണം അത്രയും എന്താ പറയുക, ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നതുകൊണ്ടാണല്ലോ. സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. പുരുഷന്മാർക്ക് അത് വേറെ രീതി എടുക്കണം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനത്തെ ആളുകളായിരിക്കും അത് എടുക്കുന്നത്. എല്ലാ ആളുകളും അങ്ങനെയല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ റിയൽ ഈവൻ പാത്തു എന്ന ക്യാരക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്, അതിനു വേണ്ടി അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് സംസാരിക്കുന്ന ആളാ. റിയൽ ലൈഫിൽ അങ്ങനെയാണ് അല്ലേ? റിയൽ ലൈഫില് പാവാണ് ശരിക്ക്. കാരണം ഇപ്പൊ ഈ വീഡിയോന്റെ ഇതിൽ തന്നെ ഒരുപാട് പേര് ഇപ്പൊ കുടുംബത്തിന് ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ ശരിക്കും അവളെ ഭയങ്കരമായിട്ട് പക്ഷെ എന്നാലും ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, അതന്നെ വലിയ പക്ഷെ ആൾ പ്രതികരിക്കൂല. അങ്ങനത്തെ ഇത് അഭിനയിക്ക് മാത്രമുള്ള ഈ പ്രതികരണം. കാരണം ഇപ്പൊ മനസ്സിലായി, ആൾ ഫുൾ ശരിയാണ്, ഹാപ്പി, അങ്ങനത്തെ മൂടാണ്. ഞങ്ങളുടെ ഭാഗത്തും ഇങ്ങനെയല്ല. കാരണം വീഡിയോ കണ്ടപ്പോ ആള് ഭയങ്കര ഈ പറ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആയിരിക്കും നമ്മള് കരുതിയത്. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കണേ. കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തും ഇങ്ങനെയല്ല കേട്ടോ, കാണുന്നവർക്ക് ശരിക്കും ഞെട്ടലായിരിക്കും ശരിക്കും ഇത്. പക്ഷെ ഈ അഭിനയമോഹം രണ്ടുപേർക്കും ഉണ്ടോ? ഈ പറയണ ഇവിടെ ഞാൻ കൊറേ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഞാൻ വീഡിയോ ഒരുപാട് കാര്യം ചെയ്തു തുടങ്ങിയിട്ട് എനിക്കിതിന് ഭ്രാന്താണ്, ഒരുപാട് കാര്യമുള്ള ഭ്രാന്താണ്. അത് നമുക്ക് എന്ത് ജോലി എത്ര നല്ല പൊസിഷനിൽ നിന്നാലും നമുക്ക് അഭിനയത്തിൽ അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ഒരുപാട് കാലം മുമ്പേ ഉള്ള താല്പര്യമാണ് സിനിമയാണ് മെയിൻ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും നമുക്ക് ഈ പാത്തുകായിട്ട് എത്ര കാലം വരെ ഉണ്ടാവും നമുക്കറിയില്ല. ചിലപ്പോൾ കുറഞ്ഞ സമയത്ത്, കാരണം ഇവള് ഇപ്പോൾ വന്നതാണ് ഈ വഴിന്ന്. ഇപ്പൊ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് അതോടെ സ്റ്റക്കായി പോവുകയും ചെയ്യും. പിന്നെ പുതിയ ടീം, പുതിയ ആളുകൾ ആയിട്ട് പോകും, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം സിനിമയാണ്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റിയതിപ്പോ ഈ പാത്തു എന്ന ക്യാരക്ടർ ഒന്നുകൂടി കൂടെയാണ് ആളുകൾക്ക് മനസ്സിലാക്കുക. ശരിക്കും ഇവളപ്പോ എല്ലാവരും വിളിക്കുന്നത് തള്ളാന്നാണ് വിളിക്കുന്നത്. ഈ തള്ള വന്ന ഒരുപാട് പേർക്ക് വെറുപ്പുള്ള ആളുകളുണ്ട്, ഒരുപാട് പേര് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പല മൈൻഡിലുള്ള ആളുകളാണ് പല ആളുകൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അത് നമുക്കറിയില്ല. എന്നാലും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഒരു പക്ഷെ അത്രയധികം ഇഷ്ടവും കിട്ടുന്നുണ്ടല്ലോ ആ കഥാപാത്രത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം പാത്തു എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ. നിങ്ങളുടെ ഇപ്പം ഇതിനു മുമ്പ് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ. ആൻഡ് നിങ്ങൾ എന്താണ്, എവിടെയാണ് സ്ഥലം, എന്താണ് നിങ്ങളുടെ ജോലി? ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സൗദിയിൽ ഉപ്പാക്ക് സ്പെയർ പാർട്സ് ആണ്. അപ്പൊ അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, അവിടെ നിൽക്കുമ്പോൾ മനസ്സിലെപ്പോഴും ഉണ്ട് ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഏത് എനിക്ക് തോന്നുന്നത് എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. ഏത് വർക്കിലായാലും അഭിനയം എന്ന് പറഞ്ഞാൽ അത്
അതിപ്പോ ശരിക്കും അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ഒരു ടെൻഷൻ, അന്ന് ഒരു ലെവലിലേക്ക് എത്തിക്കിട്ടാത്തൊരു ടെൻഷന്, അല്ലെങ്കിൽ എന്താ നമ്മൾ ആഗ്രഹം സഫലീകരിക്കുക, തീർച്ചയായും അതാണല്ലോ ലക്ഷ്യം. ഏറ്റവും നമ്മൾ അവസാനം ലാസ്റ്റ് സിനിമയാണ് ഇവിടുത്തെ ഇതിന്റെ അഭിനയിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് സിനിമ ഉണ്ട്. അപ്പോൾ ചില ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ, പക്ഷേ നമ്മളെ അപേക്ഷിച്ച് നമ്മുടെ ഡ്രീമാണ് അത് സക്സസ് ആക്കല് നിർബന്ധമാണ്. അത് നമുക്ക് നമ്മളപേക്ഷിച്ച് മോഹമുള്ള ആളെ അപേക്ഷിച്ച് അത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഗൾഫ് പോകുന്ന സമയത്തൊക്കെ ശരിക്കും മാനസികമായിട്ട് ശരിക്കും ടെൻഷനാണ്. ഈ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് ഗൾഫ് പോയതിന് ശേഷം. അവിടെ എത്തുമ്പോഴായിരിക്കും അല്ലോടാ ചാൻസ് ഉണ്ട്, വാ എന്നാൽ ഡയലോഗ് കാര്യമുള്ള സംഭവം ഉണ്ടാണ് വിളിക്കൽ. അപ്പോൾ ശരിക്കും മാനസികമായിട്ട് 1-2 മാസം ആ ടെൻഷനായിരിക്കും. പടം ഇറങ്ങി തീരോളും ടെൻഷനായിരിക്കും. പോസ്റ്റർ കാണുമ്പോൾ ഞാൻ ഇതിൽ ഉണ്ടാവേണ്ട ഒരാളിരുന്നു, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു പോയിരുന്നത്. പക്ഷേ അപ്പോൾ വീട്ടിലെ ആൾക്കാരും പറയില്ല, കാരണം സിനിമ ഇപ്പം എല്ലാവർക്കും ലൈഫിൽ ഒരിക്കലും ആ സിനിമ ഇങ്ങനത്തെ സപ്പോർട്ട് കുറവായിരിക്കുമല്ലോ. അങ്ങനെ ജീവിതം വേറെ വഴി, സിനിമ വേറെ വഴി, രണ്ടാണ്. ഓക്കെ, പക്ഷെ നമ്മളെ ഡ്രീമിന് വേണ്ടി നമ്മളിങ്ങനെ കൂടുതൽ നമ്മൾ മാറ്റി നിൽക്കുമ്പോൾ ഇതാണ് പ്രശ്നങ്ങൾ കുറച്ച് ഉണ്ട്. എങ്ങനെയാലും ഹൗസ് വൈഫ് ആയിരുന്നു. പിന്നെ മോണ്ടിസോറി എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ടാസ്ക് തരാം. ഇപ്പം ഷുക്കൂറിന് ഒരു സ്ഥലത്ത് പോകണം, ഒരു ഫ്രണ്ട്സിന്റെ കൂടെ യാത്ര പോകണം. ആ വീഡിയോ ആണല്ലോ ഭയങ്കരമായിട്ട് വൈറലായത്. ഷുക്കൂറിന് ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകണം. വൈഫിന്റെ അടുത്ത് ചോദിക്കാണ് എനിക്ക് പോകണമെന്ന്, പക്ഷെ സമ്മതിക്കാനേ പാടില്ല, പക്ഷെ കൺവിൻസ് ചെയ്ത് സമ്മതിക്കണം. ആ രീതിയിലൊരു ടാസ്ക് പെർഫോം ചെയ്യാം. പാത്തു ആൻഡ് ഷുക്കൂറായിട്ട്. കളിപ്പ് പോന്നോട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. തുടങ്ങട്ടെ? ഇതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കുറെ അങ്ങ് ചിരിക്കും. എത്ര മണിക്കൂർ ചിരിക്കും? 5 മിനിറ്റ്. 5 മിനിറ്റ് ചിരിച്ചോളൂ. എന്താണ് പിന്നെ നാളെ ഞാൻ എൻ്റെ ചങ്ങായിമാരും കൂട്ടിയിട്ട് മസാലക്കുടി പോയി ഊട്ടി പോകാനുള്ള പ്ലാൻ ഉണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമുണ്ട്. എന്താ ഇന്നെ കൊണ്ടായാലേ? അന്നെ കൊണ്ടാവാൻ നിൽക്കില്ല, എന്നെ പിന്നെ കൊണ്ടുപോകില്ല ഞാൻ. അങ്ങനെ എന്നും പറയലില്ലേ? പക്ഷെ ഞാൻ പറട്ടെ, എന്നാണ് ഞാൻ കോഴിക്കോട് ബീച്ച് പോകണ്ടേല്ലേ? ആർക്കാ ബീച്ച് കാണ്ടിയത്? ആ ബീച്ചിൽ എന്താ ഉള്ളത്? ബീച്ചിൽ അത്ര കപ്പിൾസുണ്ട്. എന്ത് ഭംഗിയാണ് കടല്. എന്ത് കടല്? അത് പരപ്പനങ്ങാടി കടലുണ്ടോ അവിടെ? നാളെ മസാലക്കുടി പോയി ഊട്ടിക്ക് ഞാൻ പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ അനങ്ങൂല. ഓക്കെ, അന്നെ ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോയിക്കൊണ്ട്. ഇന്നെ അടുത്ത ആഴ്ച കൊണ്ടുപോകണ്ട. ശരി, ലാസ്റ്റ് ഒരു മാസ്റ്റർ പീസ്, ഒരു ഇടി ഉണ്ടല്ലോ, അത് നിർബന്ധമാണല്ലോ. കൺവിൻസ് ചെയ്ത് എത്തുമ്പോ ഇയാള് പറഞ്ഞ ചിരിച്ചു. ഒരു ഇടി കൊടുക്ക് പോണ്ടാന്ന് പറഞ്ഞിട്ട്. ഇത് ടെറർ ഫേസ് വരുന്നല്ലേ ഇവിടുന്ന്. ഓക്കെ, ഇത് എങ്ങനെയാ വരുത്തണേ? ആ ഡ്രസ്സിംഗ് കോസ്റ്റ്യൂമും ആ കാര്യം സെറ്റ് ആക്കുമ്പോൾ ആള് കഥാപാത്രമായിട്ട് മാറാം. തീർച്ചയായിട്ടും. അപ്പൊ ആള് ഇപ്പൊ ഈ സിനിമാ മോഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ഈ സിനിമാ മോഹിയാണ് എനിക്കിപ്പം ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല, അപ്പൊ നമ്മളൊരു ജോലിക്ക് പോകണം, ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം വേണ്ടാന്ന് വെക്കണം. അപ്പൊ ആളുകളോട് നമുക്ക് സിനിമ എന്ന് ആഗ്രഹമുണ്ട്, അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ കളിയാക്കലാണ്. അതായിരിക്കും അപ്പുറത്ത് കിട്ടുന്ന റിയാക്ഷൻ. അതെങ്ങനെയാ? അത് സുഹൃത്തുക്കളിൽ നിന്ന് കുറഞ്ഞ പേര്, എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്താണ് ഇസ്മായിൽ. എന്റെ കൂടെ വന്നിട്ടുള്ള ആള്. അയാള് ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ശരിക്കും ഒരു ജ്യേഷ്ഠ സ്ഥാനത്തുള്ള ഒരാളാണ്. അത്രയും സപ്പോർട്ടുള്ള വ്യക്തിയാണ് എല്ലാം കൊണ്ടും. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നല്ലത് പറയും, ചീത്തൻ്റെ മുഖത്തേക്ക് പറയും. അത്രയും ഫിറ്റാക്കുന്ന അല്ല, അത്രയും അടുത്തുള്ളൊരു സുഹൃത്തനാണ്. അപ്പോൾ അതുപോലെ 1-2 സുഹൃത്തുക്കൾ മാത്രമാണ് കൂടുതൽ നമുക്ക് ഇതിനെ ചെറുപ്പം തൊട്ട് സപ്പോർട്ടുള്ളത്. ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ പരിഹാസം മാത്രം. നായക ഭാവിയിലെ മമ്മൂട്ടി. എന്നിട്ട് ചില വീഡിയോ കണ്ട് അടിപൊളിയായിട്ടുണ്ട്, സെറ്റാണ്, അടിപൊളി ഷാറായിട്ടാണ്. ഈ ആളുകളിൽ കുറച്ചാൾ മാറുന്നത് കണ്ട് അതാ കഥ ഞാൻ അടക്കുകയാണ് അവന്. പക്ഷെ നമുക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം ഈ അവസ്ഥ ഇതുവരെ ഒരാളോട് നമുക്ക് മുമ്പിൽ കൈയിട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എനിക്ക് തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പരസ്യ വർക്കുകളായിട്ടും അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോലുള്ള അവസ്ഥ ഇതാണ്. ആരോടും നമുക്ക് കെഞ്ചി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ശരിക്കും എപ്പോഴും അഭിനയിക്കുന്ന ആളെ ഏത് ടോട്ടലി ഇപ്പോൾ ഈ ഇന്ത്യ ഫീൽഡ് അല്ലാതെ തന്നെ എന്ത് ആളുകളായാലും ജോലിക്ക് പോകാതെ നിൽക്കുന്ന ആൾക്കാരെ എപ്പോഴും അന്തരക്ക് പണിക്ക് പോയാൽ ആ സംഭവിച്ചു അപ്പോൾ അയാൾക്ക് വേറെ വരുമാനം ഉണ്ടാകും. അതിപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ശരിക്കും പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ തൂമ്പെടുത്തിട്ട് മുമ്പ് കൂടി ഇറങ്ങണം. അപ്പോഴാണ് ശരിക്കും അയാൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാന്നുള്ള മൈൻഡ് അങ്ങനെ സംഭവമാണ്. സത്യം അങ്ങനെ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന
ഒരവസ്ഥ ഉണ്ട്. ശരിക്കും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി. കാരണം ഞാൻ പരസ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കൂടുതൽ അഭിനയിക്കുന്ന കൂടുതൽ ഇങ്ങനെ ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെ തിരിഞ്ഞ് നടക്കണം. പക്ഷേ ആ പറഞ്ഞ ആളുകളിങ്ങാട്ട് എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ റാഹത്ത് സുഖമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എല്ലാം കൊണ്ടും. പിന്നെ പറയും കുറേ കാര്യം, കാരണം ഉപ്പ ഗൾഫിലാണ് കൂടുതലും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും ഡ്രീം സിനിമ ആയതുകൊണ്ടും അഭിനയത്തിലായതുകൊണ്ടും കൂടുതൽ നാടിൽ പിടിച്ചിട്ട് നിൽക്കലാണ് കൂടുതലായിട്ട്. പക്ഷെ എന്നാലും കുടുംബക്കാർക്ക് ഞാൻ അത്യാവശ്യ രീതിയിൽ നോക്കി പോകുന്ന കാര്യങ്ങളൊക്കെ ഗൾഫിക്ക് പോകലുണ്ട്, വരലുണ്ട്. പക്ഷെ കൂടുതൽ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലേ. അപ്പോൾ ആളുകൾക്ക് തോന്നും ഉപ്പാനെ ഗൾഫിക്ക് കഷ്ടപ്പെടാൻ വിട്ടിട്ട് ഈ എന്താ പറയുന്നത് വലിച്ചെന്ന്. പക്ഷെ വീട്ടിലെ കാര്യം നമ്മളെ കാര്യങ്ങൾ നമ്മളെ നോക്കുന്നത്. എന്നാലും ഉപ്പാനെ സപ്പോർട്ട്, എൻ്റെ ഉപ്പല്ല, എൻ്റെ ഉപ്പാനായാലും എനിക്ക് വാങ്ങിക്കൂടെ കഴിച്ചുകൂടെ. അപ്പോൾ അവരെന്തില് ഉപ്പാൻ്റെ തിന്ന് ജീവിക്കടാ, ഇത്ര വലുപ്പമായിട്ട്. അങ്ങനത്തെ കുറേ എനിക്കൊരു അനുഭവങ്ങളുണ്ട്. അതും മരിച്ച വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും നമ്മളെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ശരിക്കും മാനസികമായിട്ട് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സങ്കടമുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മോശമായിട്ട്. പക്ഷേ അതുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കൊച്ചിയിൽ നിന്ന് തന്നെ ആൾക്കാർ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വർക്ക് തന്നിട്ട് ഞാൻ മൂന്ന് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാപ്പന്, കായ്പോള, പിന്നെ പായ്ക്കപ്പൽ, 3 സിനിമയിൽ ചെയ്തിട്ടുണ്ട്. കൊള്ളാവുന്ന സീനുകൾ കാണിക്കുന്ന ഡയലോഗ് കാണിക്കുന്ന നിന്ന് കണ്ടൊക്കെ. പിന്നെ സിനിമയാണ് ഇവിടെ എത്തിയതിന് ശേഷം മുഞ്ചു പോയത് അവസരം മെയിൻ ക്യാരക്ടറല്ല, ഒരു ഡയലോഗ് കാര്യങ്ങൾ തന്ന് നമുക്ക് 5 ദിവസം മുമ്പ് ഡയലോഗ് കാര്യങ്ങൾ അയച്ചു തന്ന് പഠിച്ച് നാട്ടിൽ നിന്ന് വന്ന് പ്രതീക്ഷയോടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് പടം കിട്ടിയുള്ള സെറ്റാണ് കാരണം വന്ന് ഇവിടെ എത്തി നമുക്ക് റൂമും കാര്യമൊക്കെ സെറ്റാക്കി തന്നവർ. പക്ഷെ ആ സമയത്ത് പിന്നെ ആർട്ടിസ്റ്റുകൾ വേറെ വന്ന് കണ്ട് അവർ നേരത്തെ ലേഡീസ് ആണല്ലോ മുമ്പിൽ കാണിക്കൽ എപ്പോഴും. അപ്പോൾ ആ നമ്മളെ ചാൻസ് മാറ്റി അവരാക്കി. നമുക്ക് കാശ് കറിയൊക്കെ തന്നിട്ടോ അല്ലെങ്കിൽ സെറ്റാണ്. പക്ഷെ നമുക്ക് പൈസനെക്കാട്ടി ആവശ്യം നമുക്ക് അവർ അഭിനയിക്കുന്ന ആൾക്ക് ആ ക്യാരക്ടർ ചെയ്യാന്നുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ശരിക്ക് സങ്കടമായിരുന്നു. ഇവിടെ പറയുന്നത് അവരുടെ സാറില്ല അതിന് വലുത് വന്നോളും പറഞ്ഞു. പക്ഷെ എന്നാലും ആ ഒരു ചാൻസ് മാറി. ഇപ്പോൾ പാത്തു എന്ന ആളുകളോടാണ് ശരിക്ക് കുറേയൊക്കെ അറിയപ്പെട്ടത്. പക്ഷേ ഞാൻ പറയില്ല, അന്ന് തമാശക്ക് പേരിട്ട പേരാണ് സുക്കൂർ. ഷുക്കൂർ അല്ല സുക്കൂർ. ഇതിപ്പോ എവിടെ പോയാലും എല്ലാം തെറ്റായി നിൽക്കുമ്പോളെ സുക്കൂർ, ഹായ് സുക്കൂർ, ആ സുക്കൂർ കേൾക്കുമ്പോൾ എന്നാലും ആ ക്യാരക്ടർ നെയിം എനിക്ക് വളരെ ഇഷ്ടം. കാരണം ഞാൻ അതിലൂടെ കുറച്ച് ആൾക്കാർ മുമ്പിൽ അറിയപ്പെട്ടല്ലോ. പാത്തു ആയാലും ഞങ്ങളായാലും സന്തോഷമുള്ളൂ.